ിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സംഭാഷണങ്ങൾ പഠിക്കാം. തന്നെ നീന്താൻ പഠിച്ചിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ലേൺ ടു സ്വിം വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ നീന്താൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു സ്വിം വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ നീന്താൻ പഠിച്ചിരുന്നു. ഐ ലേൺഡ് ടു സ്വിം വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ നീന്താൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു സ്വിം വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ നീന്താൻ പഠിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ പഠിച്ചിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ലേൺ ടു ഡു ദാറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു ഡു ദാറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു ഡു ദാറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ പഠിച്ചിരുന്നു. പറയാൻ പഠിച്ചിരുന്നു എങ്ങനെ പറയാം? ഐ ലേൺ ടു സേ ദാറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് പറയാൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു സേ ദാറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് പറയാൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു സേ ദാറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് പറയാൻ പഠിച്ചിരുന്നു. അത് പാടാൻ പഠിച്ചിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ലേൺ ടു സിംഗ് ഇറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് പാടാൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു സിംഗ് ഇറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് പാടാൻ പഠിച്ചിരുന്നു. ഐ ലേൺ ടു സിംഗ് ഇറ്റ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് പാടാൻ പഠിച്ചിരുന്നു. എനിക്ക് പണിയെടുക്കാൻ മടിയായിരുന്നു എന്നെങ്ങനെ പറയാം? വെൻ ഐ വാസ് യങ് ഐ വാസ് ടു ലേസി ടു വർക്ക്. ചെറുപ്പത്തിൽ എനിക്ക് പണിയെടുക്കാൻ മടിയായിരുന്നു. വെൻ ഐ വാസ് യങ് ഐ വാസ് ടു ലേസി ടു വർക്ക്. ചെറുപ്പത്തിൽ എനിക്ക് പണിയെടുക്കാൻ മടിയായിരുന്നു. വെൻ ഐ വാസ് യങ് ഐ വാസ് ടു ലേസി ടു വർക്ക്. ചെറുപ്പത്തിൽ എനിക്ക് പണിയെടുക്കാൻ മടിയായിരുന്നു. അടി കിട്ടാറുണ്ടെന്ന് ഇങ്ങനെ പറയാം? ഐ യൂസ് ടു ഗെറ്റ് ബീറ്റൻ വെൻ ഐ വാസ് യങ്. ചെറുപ്പത്തിൽ എനിക്ക് അടി കിട്ടാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗെറ്റ് ബീറ്റൻ വെൻ ഐ വാസ് യങ്. ചെറുപ്പത്തിൽ എനിക്ക് അടി കിട്ടാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗെറ്റ് ബീറ്റൻ വെൻ ഐ വാസ് യങ്. ചെറുപ്പത്തിൽ എനിക്ക് അടി കിട്ടാറുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഐ യൂസ് ടു ക്രൈ വെൻ ഐ വാസ് യങ്. ചെറുപ്പത്തിൽ ഞാൻ കരയാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ക്രൈ വെൻ ഐ വാസ് യങ്. ചെറുപ്പത്തിൽ ഞാൻ കരയാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ക്രൈ വെൻ ഐ വാസ് യങ്. ചെറുപ്പത്തിൽ ഞാൻ കരയാറുണ്ടായിരുന്നു. എനിക്ക് മധുരം ഇഷ്ടമായിരുന്നു എന്നെങ്ങനെ പറയാം? വെൻ ഐ വാസ് യങ് ഐ ലവ്ഡ് സ്വീറ്റ്സ്. ചെറുപ്പത്തിൽ എനിക്ക് മധുരം ഇഷ്ടമായിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ലവ്ഡ് സ്വീറ്റ്സ്. ചെറുപ്പത്തിൽ എനിക്ക് മധുരം ഇഷ്ടമായിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ലവ്ഡ് സ്വീറ്റ്സ്. ചെറുപ്പത്തിൽ എനിക്ക് മധുരം ഇഷ്ടമായിരുന്നു. ഞാൻ എന്നും അമ്പലത്തിൽ പോയിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ഓൾവേസ് വെൻ ടു ദ ടെമ്പിൾ. ചെറുപ്പത്തിൽ ഞാൻ എന്നും അമ്പലത്തിൽ പോയിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ഓൾവേസ് വെൻ ടു ദ ടെമ്പിൾ. ഞാൻ എന്നും അമ്പലത്തിൽ പോയിരുന്നു. ഞാൻ എന്നും അമ്പലത്തിൽ പോയിരുന്നു എന്നെങ്ങനെ പറയാം? വെൻ ഐ വാസ് യങ് ഐ ആൾവേസ് വെൻ ടു ദ ടെമ്പിൾ. ചെറുപ്പത്തിൽ ഞാൻ എന്നും അമ്പലത്തിൽ പോയിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ആൾവേസ് വെൻ ടു ദ ടെമ്പിൾ. ചെറുപ്പത്തിൽ ഞാൻ എന്നും അമ്പലത്തിൽ പോയിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ആൾവേസ് വെൻ ടു ദ ടെമ്പിൾ. ചെറുപ്പത്തിൽ ഞാൻ എന്നും അമ്പലത്തിൽ പോയിരുന്നു.
ചെറുപ്പത്തിൽ ഞാൻ എന്നും പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്നെങ്ങനെ പറയാം? വെൻ ഐ വാസ് യങ് ഐ ഓൾവേസ് പ്രൈഡ്. ചെറുപ്പത്തിൽ നിന്നും ഞാൻ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ഓൾവേസ് പ്രൈഡ്. ചെറുപ്പത്തിൽ ഞാൻ എന്നും പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ എന്നും പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്നെങ്ങനെ പറയാം? വെൻ ഐ വാസ് യങ് ഐ ഓൾവേസ് പ്രൈഡ്. ചെറുപ്പത്തിൽ ഞാനെന്നും പ്രാർത്ഥന ചൊല്ലിയിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ഓൾവേസ് പ്രൈഡ്. ചെറുപ്പത്തിൽ ഞാനെന്നും പ്രാർത്ഥന ചൊല്ലിയിരുന്നു. വെൻ ഐ വാസ് യങ് ഐ ഓൾവേസ് പ്രൈഡ്. ചെറുപ്പത്തിൽ ഞാനെന്നും പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ഞാൻ ഇന്നും ഓർത്തിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ആൾവേസ് റിമെമ്പേർഡ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലം ഞാൻ എന്നും ഓർത്തിരുന്നു. ഐ ആൾവേസ് റിമെമ്പേർഡ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലം ഞാൻ എന്നും ഓർത്തിരുന്നു. ഐ ആൾവേസ് റിമെമ്പേർഡ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലം ഞാൻ എന്നും ഓർത്തിരുന്നു. ഇഷ്ടമായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ലവ്ഡ് ഫ്ലവേഴ്സ് ബാക്ക് ദെൻ. അന്നെനിക്ക് പൂക്കളോട് ഇഷ്ടമായിരുന്നു. 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 കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല എന്നിങ്ങനെ പറയാം? ഐ വിൽ നെവർ ഫോർഗെറ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ദാറ്റ് ഡേ. അന്നത്തെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ദാറ്റ് ഡേ. അന്നത്തെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ദാറ്റ് ഡേ. അന്നത്തെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല. നെവർ ഫോർഗെറ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ദാറ്റ് ഡേ. അന്നത്തെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ദാറ്റ് ഡേ. അന്നത്തെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ദാറ്റ് ഡേ. അന്നത്തെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല. സമയം എത്ര പെട്ടെന്ന് പോയിരുന്നു അതെങ്ങനെ പറയാം? ഹൗ ക്വിക്ക്ലി ടൈം പാസ്ഡ് ബാക്ക് ദെൻ. അന്നത്തെ കാലത്ത് സമയം പെട്ടെന്ന് പോയിരുന്നു. ഹൗ ക്വിക്ക്ലി ടൈം പാസ്ഡ് ബാക്ക് ദെൻ. അന്നത്തെ കാലത്ത് സമയം പെട്ടെന്ന് പോയിരുന്നു. ഹൗ ക്വിക്ക്ലി ടൈം പാസ്ഡ് ബാക്ക് ദെൻ. അന്നത്തെ കാലത്ത് സമയം പെട്ടെന്ന് പോയിരുന്നു. കാലം ഗണേശഗിരിയിലായിരുന്നു എന്നെങ്ങനെ പറയാം? മൈ ചൈൽഡ്ഹുഡ് വാസ് ഇൻ ഗണേശഗിരി. എൻ്റെ കുട്ടിക്കാലം ഗണേശഗിരിയിൽ ആയിരുന്നു. മൈ ചൈൽഡ്ഹുഡ് വാസ് ഇൻ ഗണേശഗിരി. എൻ്റെ കുട്ടിക്കാലം ഗണേശഗിരിയിൽ ആയിരുന്നു. മൈ ചൈൽഡ്ഹുഡ് വാസ് ഇൻ ഗണേശഗിരി. എൻ്റെ കുട്ടിക്കാലം ഗണേശഗിരിയിൽ ആയിരുന്നു. പാർക്ക് നിയർ ദ ഗണേശഗിരി ടെമ്പിൾ. ഗണേശഗിരി അമ്പലത്തിനടുത്ത് ഒരു പാർക്കുണ്ടായിരുന്നു. ദർ വാസ് എ പാർക്ക് നിയർ ദ ഗണേശഗിരി ടെമ്പിൾ. ഗണേശഗിരി അമ്പലത്തിനടുത്ത് ഒരു പാർക്കുണ്ടായിരുന്നു. ദർ വാസ് എ പാർക്ക് നിയർ ദ ഗണേശഗിരി ടെമ്പിൾ. ഗണേശഗിരി അമ്പലത്തിനടുത്ത് ഒരു പാർക്കുണ്ടായിരുന്നു. എല്ലാ വൈകുന്നേരവും ഞങ്ങളവിടെ പോയിരുന്നു. വി വെന്റ് എവരി ഈവനിങ്. എല്ലാ വൈകുന്നേരവും ഞങ്ങളവിടെ പോയിരുന്നു. വി വെന്റ് എവരി ഈവനിങ്. എല്ലാ വൈകുന്നേരവും ഞങ്ങളവിടെ പോയിരുന്നു. വി വെന്റ് എവരി ഈവനിങ്. എല്ലാ വൈകുന്നേരവും ഞങ്ങളവിടെ പോയിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വിശാലമായ പാർക്കായിരുന്നു അത്. ഇറ്റ് വാസ് എ സ്പേസസ് പാർക്ക് വെർ ചിൽഡ്രൻ കുഡ് പ്ലേ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വിശാലമായ പാർക്കായിരുന്നു അത്. ഇറ്റ് വാസ് എ സ്പേസസ് പാർക്ക് വെർ ചിൽഡ്രൻ കുഡ് പ്ലേ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വിശാലമായ പാർക്കായിരുന്നു അത്. ഇറ്റ് വാസ് എ സ്പേസസ് പാർക്ക് വെർ ചിൽഡ്രൻ കുഡ് പ്ലേ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വിശാലമായ പാർക്കായിരുന്നു അത്. നിറയെ പൂക്കളുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം?
ദ പാർക്ക് വാസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ആ പാർക്കിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. ദ പാർക്ക് വാസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. പാർക്കിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. ദ പാർക്ക് വാസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. പാർക്കിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. പാർക്കിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? ദർ വാസ് എ വാച്ച്മാൻ ഇൻ ദാറ്റ് പാർക്ക്. ആ പാർക്കിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. ദർ വാസ് എ വാച്ച്മാൻ ഇൻ ദാറ്റ് പാർക്ക്. ആ പാർക്കിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. ദർ വാസ് എ വാച്ച്മാൻ ഇൻ ദാറ്റ് പാർക്ക്. ആ പാർക്കിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ ഡോണ്ട് ആക്ച്വലി നോ ദാറ്റ്. സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. ഐ ഡോണ്ട് ആക്ച്വലി നോ ദാറ്റ്. സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. ഐ ഡോണ്ട് ആക്ച്വലി നോ ദാറ്റ്. സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാനത് അറിഞ്ഞത് എന്നെങ്ങനെ പറയാം? ദെൻ ഐ ഫൗണ്ട് ഔട്ട്. പിന്നെയാണ് ഞാനത് അറിഞ്ഞത്. ദെൻ ഐ ഫൗണ്ട് ഔട്ട്. പിന്നെയാണ് ഞാനത് അറിഞ്ഞത്. ദെൻ ഐ ഫൗണ്ട് ഔട്ട്. പിന്നെയാണ് ഞാനത് അറിഞ്ഞത്. എന്നാലും സാരമില്ല എന്നെങ്ങനെ പറയാം? ബട്ട് ഇറ്റ് ഡസിൻ മാറ്റർ. എന്നാലും സാരമില്ല. ബട്ട് ഇറ്റ് ഡസിൻ മാറ്റർ. എന്നാലും സാരമില്ല. ബട്ട് ഇറ്റ് ഡസിൻ മാറ്റർ. എന്നാലും സാരമില്ല. പറഞ്ഞു നിർത്തുന്നില്ല എന്നെങ്ങനെ പറയാം? ഐ വോണ്ട് സ്റ്റോപ്പ് സെയിങ് ഇറ്റ്. ഞാൻ പറഞ്ഞു നിർത്തുന്നില്ല. ഐ വോണ്ട് സ്റ്റോപ്പ് സെയിങ് ഇറ്റ്. ഞാൻ പറഞ്ഞു നിർത്തുന്നില്ല. ഐ വോണ്ട് സ്റ്റോപ്പ് സെയിങ് ഇറ്റ്. ഞാൻ പറഞ്ഞു നിർത്തുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു സെയിങ് ഇറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഐ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു സെയിങ് ഇറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഐ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു സെയിങ് ഇറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഐ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു സെയിങ് ഇറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ആളുകൾ അതിശയിച്ചു പോകും. പീപ്പിൾ വിൽ ബി സർപ്രൈസ്ഡ് ഇഫ് ദിസ് ഈസ് എ വുമൺ ടു. ഇങ്ങനെയും ഒരു സ്ത്രീയോ എന്ന് ആളുകൾ അതിശയിച്ചു പോകും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? പീപ്പിൾ വിൽ ബി സർപ്രൈസ്ഡ് ഇഫ് ദിസ് ഈസ് എ വുമൺ ടു. ഇങ്ങനെയും ഒരു സ്ത്രീയോ എന്ന് ആളുകൾ അതിശയിച്ചു പോകും. പീപ്പിൾ വിൽ ബി സർപ്രൈസ്ഡ് ഇഫ് ദിസ് ഈസ് എ വുമൺ ടു. ഇങ്ങനെയും ഒരു സ്ത്രീയോ എന്ന് ആളുകൾ അതിശയിച്ചു പോകും. ഈ സ്ത്രീ മീൻ പിടിച്ചു. ദിസ് വുമൺ കോട്ട് ഫിഷ്. ഈ സ്ത്രീ മീൻ പിടിച്ചു. ദിസ് വുമൺ കോട്ട് ഫിഷ്. ഈ സ്ത്രീ മീൻ പിടിച്ചു. ദിസ് വുമൺ കോട്ട് ഫിഷ്. ഈ സ്ത്രീ മീൻ പിടിച്ചു. പ്രധാന വരുമാന മാർഗം മീൻപിടുത്തമാണ് എന്നെങ്ങനെ പറയാം? ദെയർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ഫിഷിംഗ്. ദെയർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ഫിഷിംഗ്. അവരുടെ പ്രധാന വരുമാന മാർഗം മീൻപിടുത്തമാണ്. ദെയർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ഫിഷിംഗ്. ഇവരുടെ പ്രധാന വരുമാന മാർഗമാണ് ഫിഷിംഗ്. ദെയർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ഫിഷിംഗ്. ഇവരുടെ പ്രധാന വരുമാന മാർഗം മീൻപിടുത്തമാണ്.